മുറ്റത്തെ മാവിൻ കൊമ്പിലാണ് കുഞ്ഞി തത്തമ്മയുടെ താമസം. ചുവന്ന കൊക്കും പച്ചയുടുപ്പുമിട്ട ഒരു കൊച്ചു സുന്ദരിയാണ് കുഞ്ഞിത്തത്ത. മാവിന്റെ കൊമ്പിൽ അവൾ തത്തി തത്തി നടക്കുന്നത് കാണാൻ നല്ല രസമാണ്. അടുത്ത മരത്തിലേക്ക് പറക്കാൻ അവൾക്ക് വലിയ ആഗ്രഹമാണ്. പറഞ്ഞിട്ടെന്ത്, ചിറക് പൂർണ്ണമായി വളർന്നിട്ടില്ലല്ലോ. നേരം വെളുത്താൽ കുഞ്ഞിത്തത്തയെ തനിച്ചാക്കി അമ്മ തത്ത ഇര തേടി പോകും. പിന്നെ വൈകുന്നേരമാണ് പറന്നെത്തുക. പോകുമ്പോൾ കുഞ്ഞിത്തത്തമ്മ അമ്മ തത്തമ്മയെ ഓർമ്മപ്പെടുത്തും. മോളെ, ദൂരത്തേക്കൊന്നും പോകരുത്, ചുറ്റും ശത്രുക്കളാണ്. ഞാൻ വരുന്നത് വരെ കൂട്ടിൽ തന്നെ ഇരിക്കണം. അത് കേട്ട് കുഞ്ഞിത്തത്ത തലയാട്ടും. ഒരു നാൾ അമ്മ തത്ത പോയി തക്കം നോക്കി കുഞ്ഞിത്തത്ത മെല്ലെ മുറ്റത്തേക്ക് വന്നു. ഹായ്, എന്ത് രസം! അവൾ ചുറ്റും നോക്കി. ആരുമില്ല. അമ്മ തിരിച്ചു വരുന്നതിന് മുമ്പ് കൂട്ടിലെത്താമല്ലോ എന്നൊക്കെ വിചാരിച്ച് അവൾ മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗമയോടെ നടക്കാൻ തുടങ്ങി. ലല്ലലല്ലലാ, ലല്ലലല്ലലാ. ഇതെല്ലാം പാണ്ടൻ പൂച്ച കാണുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കുറെ നേരമായി അവൻ കുഞ്ഞിത്തത്തയെ മുരക്കൊമ്പത്തെന്ന് കാണുന്നു. ഇപ്പോഴിതാ ആ അവസരം മുമ്പിൽ. ഇനി ഒരു നിമിഷം വൈകിച്ചുകൂടാ. പാണ്ഡൻ വിചാരിച്ചു. പക്ഷേ കുഞ്ഞിത്തത്തയുണ്ടോ ഇതൊക്കെ അറിയുന്നു. അവൾ മുറ്റത്തെ അരിമണികൾ അങ്ങനെ തിന്ന് ചാടി ചാടി നടക്കുകയാണ്. പെട്ടെന്നാണ് പതുങ്ങിയിരുന്ന പാണ്ഡൻ പൂച്ച കുഞ്ഞിത്തത്തമ്മയുടെ മേൽ ചാടി വീണത്. ഹായ്, കുഞ്ഞിത്തത്തമ്മയെ കൈ കിട്ടി എന്ന് പറഞ്ഞ് പാണ്ഡൻ സന്തോഷിച്ചു. അപ്പോൾ ദൂരെ നിന്നും പറന്നു വന്ന അമ്മത്തത്ത പാണ്ഡന്റെ തലയിലേക്ക് ആനൊരു കൊത്ത്. പേടിച്ചു പോയ പാണ്ഡൻ കുഞ്ഞിത്തത്തമ്മയെ വിട്ട് എവിടേക്കോ ഓടി. പാണ്ഡൻ പൂച്ചയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട കുഞ്ഞിത്തത്ത അമ്മയെ പിടിച്ച് നിലവിളിച്ചു. അമ്മത്തത്ത സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ. അമ്മ പറഞ്ഞു കേൾക്കാതിരുന്നതിന്റെ ഫലം കുഞ്ഞിത്തത്തമ്മയ്ക്ക് കിട്ടി. അന്ന് മുതൽ കുഞ്ഞിത്തത്തമ്മ അമ്മ പറഞ്ഞത് അനുസരിച്ചിട്ടേയുള്ളൂ. ഈ കഥയിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? മുതിർന്നവർ പറയുന്നത് അനുസരിക്കണം.